എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ സെലസ്റ്റിയൽ ഡ്രാഗൺ അവനിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ലേലത്തിലെ അവസാനത്തെ ഐറ്റം അത് നമ്മുടെ മർമെയ്ഡ് പെണ്ണാണ്. അവളുടെ പേര് അതാ ബോസ് വിളിച്ചു പറയും. സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ കരി കേറി വരും. അവന്റെ സ്ലേവ് പൈലറ്റിനെ അങ്ങനെ ചവിട്ടി കൂട്ടുകയാണ്. ഇവൻ കാരണമാണ് നമ്മൾ ലേറ്റ് ആയത്. ഇവനെ പോലൊരാളെ എനിക്കിനി ആവശ്യമില്ല. ഈ ലേലത്തിൽ തന്നെ ഇവനെ വിൽക്കണം. അതിനുശേഷം നല്ല സ്പീഡുള്ള ഒരാളെ നമുക്ക് വാങ്ങിക്കാം. ആക്ച്വലി ആ സെലസ്റ്റിയൽ ഡ്രാഗൺ അവന്റെ യഥാർത്ഥ ആവശ്യം ഒരു മർമെയ്ഡിനെ വാങ്ങുക എന്നതാണ്. ഉടനെ ഒരുത്തിന് ഓടി വന്ന് ഇപ്പൊ ചാർലസിന്റെ കാൽക്കൽ വീഴും. അതിനുശേഷം ചാർലസിന് നടന്നു വരാനായി വഴിയൊരുക്കും. ചാർലസ് പതിയെ ആ മെയിൻ സ്റ്റെപ്പിലൂടെ നടന്ന് അങ്ങനെ മുൻനിരയിലേക്ക് വരികയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ചാർലസിനെ തന്നെയായിരിക്കും നോക്കുക. അവനവന്റെ റിലേറ്റീവ്സിന് ഹായ് ഒക്കെ പറഞ്ഞ് നൈസായിട്ട് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ലേഡീസ് ആണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് അവരുടെ ഹസ്ബൻഡ്സിന്റെ അടുത്തേക്ക് പോയി ഒളിച്ചിരിക്കും. കാരണം എപ്പോഴാണ് ചാർലസിന് അവരോട് ക്രഷ് തോന്നുന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും മർമെയ്ഡിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും അതിനു മുൻപ് നമ്പർ 2 ആയി പോയ ആ ജൈന്റ് മാൻ അവനിപ്പോ അവൾക്ക് മുൻപേ ഇറക്കുക. ആ ബോസ് ആണെങ്കിൽ അവനെ കുറിച്ച് തള്ളാനായിട്ട് തുടങ്ങും. ഇവൻ ഭയങ്കര വീരനാണ്, ഇവന് ഭയങ്കര പവറാണ്, 100 പേരെ ഒറ്റയടിക്ക് ഇവൻ ഇടിച്ചു തോൽപ്പിക്കും. സ്പീഡിന്റെ കാര്യത്തില് ഇവനെ വെല്ലാൻ പറ്റില്ല, ആരും ഇവന്റെ 7 അയലത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളി മറിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അടുത്ത സെക്കൻഡ് അവ ചോരയൊക്കെ ഛർദിച്ച് താഴേക്ക് വീഴാണ്. ഉടനെ ഓഡിയൻസ് എല്ലാവരും ഷോക്കാവും. എന്തു പറ്റി, എന്താ ഉണ്ടായേ, അവനെന്താ ചോര ഛർദിച്ച്? ആ ബോസ് ആണെങ്കിൽ ഇപ്പൊ കട്ടൻ താഴ്ത്താൻ പറയും. അടുത്ത സെക്കൻഡ് കട്ടൻ താഴ്ത്തും. അപ്പൊ അവിടെ അങ്ങനെ സൂം ചെയ്ത സാഞ്ചി കറക്റ്റ് ആയിട്ട് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സാഞ്ചി പറയും അവന്റെ ബുദ്ധി അത് റോക്കറ്റാണ്. ആക്ച്വലി അവന്റെ നാവ് കടിച്ചു പറിച്ച് ബ്ലഡ് ഉണ്ടാക്കി. അതിനുശേഷം ബോധം കെട്ട് താഴേക്ക് വീണു. അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു അടിമ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. അത് നടത്തിയെടുക്കാനാണ് അവൻ ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഒരു കളി കളിച്ചത്. നാമി പറയും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യില് 200 മില്യൺ ബറീസ് ഉണ്ട്, അതുപയോഗിച്ച് എന്ത് വില കൊടുത്തും നമ്മൾ അവളെ സേവ് ചെയ്യും. കട്ട് ചെയ്ത ആ നാവ് കടിച്ച് രക്ഷപ്പെട്ട പൈലറ്റിനെ അവനെ ഒരുപാട് ദേഷ്യത്തില് ആ ബോസ് പിടിച്ചു വലിച്ച് അവിടുന്ന് മാറ്റുകയാണ്. ഇതുപോലൊരു ചതി ഇത്രയും കാലത്തിനിടെ സംഭവിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. ഇത് നമ്മുടെ തലവിധിയാണ്, മറ്റു വഴിയില്ല. അടുത്ത ആള് ആ മർമെയ്ഡ് പെണ്ണ്. അവളെ വിളിക്കാനായിട്ട് അവനാണെങ്കിൽ ഈ അസിസ്റ്റൻസിന്റെ അടുത്ത് ഓർഡർ ഇടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ മർമെയ്ഡ് പെണ്ണ് അവളെ ആണെങ്കിൽ ഒരു ബൗളില് അടച്ചു വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സോറോ അവൻ 2-ാം നമ്പർ ട്രീ ഒക്കെ കടന്ന് ഇപ്പൊ നേരെ 13-ാം നമ്പർ ട്രീയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ചെക്കന്റെ വഴി അത് വീണ്ടും തെറ്റി. അപ്പോഴായിരിക്കും അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവന് മുൻപ് അറ്റാക്ക് ചെയ്ത ആ ഒരു ടീം അവർ കടന്നു വരിക. അവര് സോറോയെ കുറിച്ച് കുറ്റം പറഞ്ഞ് അങ്ങനെ കടന്നു വരുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ സോറോയെ കാണുക. സോറോയെ കണ്ടതും അവനങ്ങനെ ഫ്രീസ് ആയിട്ട് അവന്റെ കാൽക്കല്ല് വീഴാണ്. പ്ലീസ് സാർ, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്. സോറോ ഫുൾ കലിപ്പില് ഇപ്പൊ അവരെ നോക്കി ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ലൂഫി അവനിപ്പോ ആ ഫ്ലൈയിങ് ഫിഷില് അവിടേക്ക് പറന്നെത്തുക. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ നീട്ടി സോറോ എങ്ങനെ തൂക്കിയെടുക്കും. അതിനുശേഷം ആ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പറന്നു പോവാണ്. കട്ട് ചെയ്ത ലേലം നടക്കുന്ന ഹാളിലാണെങ്കിൽ ഇപ്പോ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ജനങ്ങളെല്ലാവരും ബഹളം വെച്ചും പ്രശ്നം ഉണ്ടാക്കിയും ആ ബോസിനെ അവനോട് ദേഷ്യപ്പെടും. നിങ്ങൾ ഇത്രയും ബാഡ് ആയിട്ടുള്ള ആൾക്കാരെയാണോ ലേലത്തിൽ വെക്കുന്നത്? അതിനാള് പറയും അയ്യോ ഇല്ല, ഇതെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഈ ലേലത്തിന്റെ തന്നെ മെയിൻ അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞ് അവരിപ്പോ മർമെയ്ഡ് പെണ്ണിനെ അവിടേക്ക് കൊണ്ടുവരാണ്. വമ്പ മ്യൂസിക്കും ഇൻട്രോ ഒക്കെ കൊടുത്ത് ഒരു കർട്ടനിലൊക്കെ മറച്ച് നമ്മുടെ ചുന്ദരി മർമെയ്ഡിനെ അവിടേക്ക് കൊണ്ടുവരാണ്. അവളുടെ ഷാഡോ കാണുമ്പോൾ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും അതൊരു മർമെയ്ഡ് ആണെന്ന്. ജനങ്ങളെല്ലാവരും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മർമെയ്ഡിനെ കണ്ട് വണ്ടറടിച്ചിരിക്കും. ആ ബോസ് ആണെങ്കിൽ ഇപ്പൊ കർട്ടൻ വലിച്ചു മാറ്റും. ഉടനെ മർമെയ്ഡിന്റെ ഭംഗിയും അവളുടെ സ്റ്റൈലൊക്കെ കണ്ട് ജനങ്ങള് അവളെ തന്നെ നോക്കി നിൽക്കും. മർമെയ്ഡ് അവള് പേടിച്ച് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആച്ചിയും സ്റ്റാർഫിഷും നാമിയൊക്കെ നിൽക്കുന്നത് അവള് കാണും. നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നും. നാമി ആണെങ്കിൽ ഹച്ചിയെ സ്റ്റാർഫിഷിനെ ആശ്വസിപ്പിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സപ്പോർട്ടിന് ഞാനുണ്ട്, എന്റെ കയ്യിൽ 200 മില്യൺ ബറീസ് ഉണ്ട്, അതുപയോഗിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് അവളെ മോചിപ്പിക്കാം. ജനങ്ങളാണെങ്കിൽ ആരവം മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ആ ബോസ് അവൻ വിളിച്ചു പറയും ഈ അതിസുന്ദരിയായിട്ടുള്ള മർമെയ്ഡിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അത് വളരെ ചെറുതാണ്, വെറും 500 മില്യൺ ബറീസ്. ഇത് കേൾക്കേണ്ട താമസം അത്രയും നേരം ഇളകി മറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയ ജനങ്ങളെല്ലാവരും സൈലന്റ് ആവും. ആമയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ ചുറ്റും നോക്കും. അടുത്ത നിമിഷം ചാർലസ് അവൻ എഴുന്നേറ്റ്
എഴുന്നേറ്റ് നിന്ന് പറയും 500 മില്യൺ ബെറീസിന് ഇവളെ വാങ്ങാൻ എനിക്ക് സമ്മതമാണ്. നാമിക്കാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. കാരണം അവളിപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണ്. ചാർലസ് ആണെങ്കിൽ അവന്റെ പപ്പയോട് പറയും, എന്റെ പിരാനകളൊക്കെ ഉള്ള അക്വേറിയത്തില് എനിക്ക് ഇവളെ ഇടണം. ഇവൾക്ക് എത്ര സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ പിരാനകൾ ഇവളെ കടിച്ചു പറിച്ച് തിന്നുന്നത് കാണാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഇവിടെ സ്റ്റാർ ഫിഷും ഹാച്ചിയും ഒക്കെ ആണെങ്കിൽ ആ കാര്യം കേട്ട് പൊട്ടിക്കരയും. അതേസമയം മർമെയ്ഡ് പെണ്ണ് അവളാണെങ്കിൽ ആ ചില്ലിൽ ആഞ്ഞടിച്ച് ഒച്ച വെച്ച് നിലവിളിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഹാച്ചി പറയും, നമുക്കൊരു കാര്യം ചെയ്താലോ, എങ്ങനെയെങ്കിലും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷിച്ച് കടലിലേക്ക് വലിച്ചെറിയാം, അവള് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അതിന് സ്റ്റാർ ഫിഷ് പറയും, മണ്ടത്തരം പറയരുത്, അവളുടെ കഴുത്തില് ആ ബെൽറ്റ് കിടപ്പുണ്ട്, അവള് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട ഉറപ്പായിട്ടും അടുത്ത സെക്കൻഡ് തന്നെ അവർ ആ ബെൽറ്റ് പൊട്ടിച്ച് അവളെ കൊന്നുകളയും. ഉടനെ ആ ബോസ് അവൻ വീണ്ടും വീണ്ടും വിളിച്ചു ചോദിക്കും, 500 മില്യൺ ബെറീസിൽ കൂടുതലായിട്ട് ആർക്കെങ്കിലും തരാൻ താല്പര്യമുണ്ടോ? പക്ഷെ ആരും തന്നെ അതിൽ കൂടുതൽ പറയില്ല. ഉടനെ അവൻ അനൗൺസ് ചെയ്യും, ഇത്രയും സുന്ദരിയായ അടിപൊളിയായ ഈ ഒരു മർമെയ്ഡിനെ അതിന് 500 മില്യൺ ബെറീസിന് ചാർലസിന് കൊടുക്കുകയാണ്. ഉടനെ നാമിക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. നാമി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് മർമെയ്ഡ് പെണ്ണിന്റെ കഴുത്തിലുള്ള ആ ബെൽറ്റിന്റെ കീ അതാദ്യം കണ്ടുപിടിച്ച് അത് അൺലോക്ക് ചെയ്ത് അവളെ രക്ഷിക്കണം. പക്ഷെ ആ കീ എവിടെയാണെന്ന് അറിയില്ല, അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നും യാതൊരു ഐഡിയയും ഇല്ല. ലേലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ബോസ് അവൻ ഹാമർ എടുത്ത് തറയിൽ ആഞ്ഞടിക്കും. കറക്റ്റ് ടൈമിൽ ലൂഫി ആൻഡ് ടീം അവൻ ആ ഡോർ തകർത്ത് അങ്ങോട്ടേക്ക് പറന്നു വരാണ്. ഒരു സെക്കൻഡ് ആ കിഡ്സ് പൈററ്റ്സ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് ഷോക്കാവും. ജനങ്ങളാണെങ്കിലും പേടിച്ച് അറഞ്ചം പുറഞ്ച് ഓടുകയാണ്. ഉടനെ ലൂഫി അവൻ വമ്പം കലുപ്പില് ഇപ്പൊ ആ ഡ്രൈവറിനോട് ചോദിക്കും, നീയൊക്കെ ഒരു ഡ്രൈവറാണോ? ഇങ്ങനെയാണോ ഈ വണ്ടി ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്? അതിനവൻ പറയും, ഇത് ഫ്ലൈയിങ് ഫിഷ് ആണ്, നീ സ്പീഡിൽ പോവാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ലാൻഡ് ആയത്. ലൂഫിയെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള പൈററ്റ്സിന് പിടികിട്ടും ഇത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണെന്ന്. പ്രോബ്ലംസ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോട് കൂടെ ലൂഫിയെ തന്നെ നോക്കും. ലൂഫി ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായി വലിയൊരു ഗ്ലോബില് നമ്മുടെ മർമെയ്ഡ് പെണ്ണ് അവളങ്ങനെ കിടക്കുന്നത് കാണുകയാണ്. നിന്നെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞ് ലൂഫി ഇപ്പോ അവളുടെ അടുത്തേക്ക് പോവാണ്. അത് കണ്ട് ഹാഞ്ചിക്ക് ടെൻഷനാവും. ഹാഞ്ചി ആണെങ്കിൽ ലൂഫിയുടെ പിന്നാലെ ഓടി അവനെ പിടിച്ചു വെക്കും. ലൂഫി, ദയവ് ചെയ്ത് മണ്ടത്തരം കാണിക്കരുത്, അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് രക്ഷിക്കാനാവില്ല. സോ ഒരു കാരണവശാലും ഇപ്പൊ നീ എടുത്ത് ചാടരുത്. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, ഒരിക്കലുമില്ല, എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ തടഞ്ഞാലും അവളെ രക്ഷപ്പെടുത്താതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഉടനെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ അത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണെന്ന് മനസ്സിലാവും. ഹാച്ചി ആണെങ്കിൽ അവന്റെ ബോഡിയിലെ ഓരോ കൈകള് അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് ലൂഫിയെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് വീണ്ടും ഒരുപാട് കൈകളൊക്കെ പുറത്തു വരുന്ന കണ്ട അവിടെയുള്ളവര് അവരാണെങ്കിൽ അച്ചയെ കണ്ട് അങ്ങനെ വണ്ടടിക്കും. ഇവിടെ ആ മർമെയ്ഡ് പെണ്ണ് അവൾക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവിടെയുള്ളവരെല്ലാവരും അച്ചി അവനൊരു ഫിഷർമാൻ ആണെന്ന് തിരിച്ചറിയും. അവര് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ അച്ചിക്ക് നേരെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കും. സ്റ്റാർ ഫിഷ് ആണെങ്കിൽ അച്ചിയുടെ അടുത്തേക്ക് വരും. ഇനി ഇവിടെ നിന്ന നമ്മുടെ ജീവൻ ആപത്താണ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണെന്ന് പറയും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ ആ മർമെയ്ഡ് പെണ്ണിന്റെ അടുത്തെത്തി. പക്ഷെ അപ്പോഴേക്കും ആ ബോസ് അവന്റെ കുറെ ശിങ്കടുകളെ ഉപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ തടയാൻ ശ്രമിക്കും. ഇവിടെ ലൂഫി അവൻ ചുറ്റും ഉണ്ടായിരുന്ന വില്ലന്മാരെ അവരെ അറഞ്ചം പുറഞ്ച് ഇടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് ഇപ്പൊ അവിടേക്ക് ഓടി അടുക്കും. അടുത്ത സെക്കൻഡ് വീഴാണ് ഒരു ബുള്ളറ്റ് ലൂഫിയുടെ നെഞ്ചില്. ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡി മുഴുവൻ തപ്പി നോക്കും. ആ ഒരു ബുള്ളറ്റ് അത് തറച്ചു കയറിയത് അത് അവന്റെ ബോഡിയിലല്ല, ഹാച്ചിയുടെ ബോഡിയിലാണ്. ലൂഫി തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകില് ചോരയിൽ കുളിച്ച് ഹാച്ചി അങ്ങനെ വീട് കിടക്കും. ആ സെലസ്റ്റിയൽ ഡ്രാഗനാണ് അവനെ ഷൂട്ട് ചെയ്തത്. അവനാണെങ്കിൽ വമ്പ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ലൂഫി ഫുൾ കലിപ്പില് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഉടനെ മരണത്തോട് മല്ലടിക്കുന്ന ഹാച്ചി അവനിപ്പോ ലൂഫിയുടെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് നീ പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ ഇത്രയും കാലവും ചെയ്ത വലിയ വലിയ തെറ്റുകൾക്കുള്ള ചെറിയൊരു പണിഷ്മെന്റ് ആണ് എനിക്കിപ്പോ കിട്ടിയത്, അതിലെനിക്ക് വിഷമവുമില്ല, നിങ്ങൾ ഒരു കാരണവശാലും അപകടത്തിൽ ചെന്ന് വീഴരുത്. ആ മർമെയ്ഡ് പെണ്ണ് അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിച്ചാൽ മാത്രം മതി. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് അവന്റെ ദേഷ്യം അത് ഇരട്ടിയാവും. അവൻ വീണ്ടും നടന്ന് ആ വില്ലന്റെ നേർക്ക് പോവാണ്. ലൂഫി അടുത്ത് വരെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് കൂടി വരും. വില്ലനാണെങ്കിൽ ഒരു ഗൺ എടുത്ത് ഇപ്പൊ ലൂഫിയെ ഷൂട്ട് ചെയ്യും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ആ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ കറങ്ങി വന്ന് ചാടിയൊരൊറ്റ അടി. ആ ഒരു അടിയില് വില്ലൻ കറങ്ങി അടിച്ച് താഴെ വീഴും. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. ലൂഫി ഫുൾ സ്റ്റൈലില് തീ പാറുന്ന കലിപ്പില് അവനെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.